ക്ഷമ ഇല്ലാത്തതാണ് ഇന്നത്തെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് എന്ന് ഞാൻ കരുതുകയാണ്. എല്ലാം ഓൺലൈനിൽ വീട്ടുപടിക്കൽ കിട്ടുമെങ്കിൽ തന്നെ അതിനുവേണ്ടി 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുവാൻ ക്ഷമയില്ല. ലോകത്തെ മുഴുവൻ ക്ഷമ പഠിപ്പിക്കുവാൻ കോവിഡിന് സാധിച്ചു എന്നാണ് പലരും കരുതിയത്. എന്നാൽ അല്പം സ്വസ്ഥത വന്നപ്പോൾ മനുഷ്യരെല്ലാം പണ്ടത്തേതിനേക്കാൾ അക്ഷമരാണ്. ഈ ക്ഷമയില്ലാത്തത് കൊണ്ട് എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളാകുന്നു മനുഷ്യൻ വരുത്തി വയ്ക്കുന്നത്. ഈ കൊല്ലും കൊലയും എല്ലാം സംഭവിക്കുന്നത് ക്ഷമ ഇല്ലാത്തതിനാലാണ്. ബൈബിളിൽ ദീർഘക്ഷമ ആത്മാവിൻ്റെ ഫലമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സഹിഷ്ണുത നമ്മുടെ സാഹചര്യങ്ങളോട് നമുക്കുള്ള ഭാവവും ദീർഘക്ഷമ മറ്റുള്ളവരോട് നമുക്കുള്ള ഭാവവും ആകും. ദീർഘക്ഷമ തൻ്റെ കോപത്തെ, അതായത് തൻ്റെ മുഷിച്ചിലിനെ ദൂരെ നിർത്തുന്ന ഭാവമാകും. പ്രതികാരം ചെയ്യുന്നതിനെ വിലക്കുന്നതാണ് ദീർഘക്ഷമ. നമ്മെക്കുറിച്ച് മോശമായി പറഞ്ഞതോ നമുക്ക് ദോഷമായി ചെയ്തതോ നമുക്ക് ചെയ്തു തരേണ്ടത് തരാഞ്ഞതോ നമ്മളെ ഉപദ്രവിച്ചതോ എന്തുമാകട്ടെ, അവ എത്ര ക്രൂരമാണെങ്കിലും നാം ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ അവരോടുള്ള കോപം ഒരുപാട് ദീർഘമായിരിക്കും, ദൂരെയായിരിക്കും. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം എല്ലാവരും അനുവർത്തിക്കേണ്ട ഒരു സ്വഭാവ ഗുണമാകുന്നു ഈ ക്ഷമ. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ ഇതിൻ്റെ ചില നല്ല മാതൃകകൾ നമുക്ക് കാണാവുന്നതാണ്. ഇന്നത്തെ പഠനത്തിൽ നമുക്ക് അതൊന്ന് ശ്രദ്ധിക്കാം. ജീവസന്ദേശത്തിലേക്ക് സ്വാഗതം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 25-ാം അധ്യായം വരെയാണല്ലോ നാം പഠിച്ചു കഴിഞ്ഞത്. ഇന്ന് നാം 26-ാം അധ്യായമാണ് പഠിക്കുവാൻ പോകുന്നത്. സാധാരണ ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ഭാഗമാണ് ഈ 26-ാം അധ്യായം. അതിൻ്റെ കാരണം എന്താകുന്നു എന്ന് ഇത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ അധ്യായം 26-ാം അധ്യായം ഇസഹാക്കിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. വാസ്തവം പറഞ്ഞാൽ ഇസഹാക്കിനെ കുറിച്ച് മുഴുവനായി എഴുതപ്പെട്ട ഒരേ ഒരു അധ്യായം ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം മാത്രമാകും. ഇത് പലർക്കും അത്ര ആവേശഭരിതമായ ഒരു ഭാഗമല്ല. ഇവിടെ ഇസഹാക്ക് ചെയ്യുന്നത് കുറെ കിണറുകൾ കുഴിക്കുക മാത്രമാണ്. അവൻ കുഴിക്കും, ശത്രുക്കൾ വന്ന് മൂടും, പിന്നെയും കുഴിക്കും, പിന്നെയും മൂടും. അതാണ് ഇവിടുത്തെ പ്രധാന വിഷയം. ആദ്യമൊക്കെ എനിക്കും ഇതിനോട് അത്ര താല്പര്യം തോന്നിയിട്ടില്ല. എന്നാൽ ബൈബിൾ പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകിയത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നതെല്ലാം ഏതെങ്കിലുമൊക്കെ പ്രത്യേക ഉദ്ദേശത്തോടുകൂടെ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അത് കണ്ടുപിടിക്കുന്നത് നമുക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും. എനിക്കും ആദ്യം വലിയ താല്പര്യം തോന്നാതിരുന്ന ഈ അധ്യായം പിന്നീട് ഞാൻ വിശദമായി പരിശോധിക്കുവാനും പഠിക്കുവാനും തുടങ്ങിയപ്പോൾ ഇതിനകത്ത് നമ്മോട് അറിയിക്കുവാനായി ദൈവത്തിന് അതിമഹത്തായ ഒരു ദൂതുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. വിശുദ്ധ പൗലോസ് പറഞ്ഞത് എത്ര വാസ്തവമാണ്. റോമലേഖനം 15-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞു, എന്നാൽ മുന്നെഴുതിയിരിക്കുന്നത് ഒക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. നമ്മെ സ്ഥിരത അല്ലെങ്കിൽ ക്ഷമ പഠിപ്പിക്കുന്ന ഒരു അധ്യായം അത്രേ ഈ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം. നമ്മിൽ ചിലർക്കത് വളരെയധികം ആവശ്യമാണല്ലോ. താങ്കളുടെ കാര്യം എനിക്കറിയില്ല, എന്നാൽ എനിക്കത് വളരെ ആവശ്യമാണ്. അങ്ങനെ തോന്നുന്നതുകൊണ്ട് എല്ലാവർക്കും ഇത് ആവശ്യമാകും എന്ന് ഞാനങ്ങ് ചിന്തിക്കുന്നതാകാം. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമുക്ക് ക്ഷമ അല്ലെങ്കിൽ സ്ഥിരത മാത്രം മതി എന്നാണ് ദൈവം പറയുന്നതെന്ന് ചിന്തിക്കരുത് കേട്ടോ. ദൈവത്തിന് അബ്രഹാമിനെ പോലെയും യാക്കോബിനെ പോലെയും ദാവീദിനെ പോലെയും ഉള്ളവർ ഉണ്ടായിരുന്നു. ഇടിച്ചു കയറി കാര്യങ്ങൾ ചെയ്തെടുക്കുന്നവർ. അതും ദൈവം ഉപയോഗിക്കും. എന്നാൽ ഇസഹാക്കിന്റെ ജീവിതം നമ്മിൽ അനേകർക്കും വലിയൊരു ദൂത് നൽകുന്നതാണ്. ദൈവവചനത്തിന്റെ പ്രയോജനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതിൽ ഏറ്റവും ഉന്നതമായ ഒരു വാക്യം തിമോത്തിയോസിന്റെ ലേഖനത്തിലുണ്ട്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു എന്ന് 2 തിമോത്തിയോസ് 3:16-17 ഞാൻ വായിച്ചത്. ഈ ഭാഗം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 1 പഠിക്കാം. അതിൻ്റെ ആദ്യത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാലും. അബ്രഹാമിന്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്തൊരു ക്ഷാമമുണ്ടായി. അപ്പോൾ ഇസഹാക്ക് ഗെരാരിൽ ഫെലസ്ത്യരുടെ രാജാവായ അബീമേലെക്കിന്റെ അടുക്കൽ പോയി.
ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ ക്ഷാമമാകുന്നു. അബ്രഹാമിൻ്റെ കാലത്തെ ക്ഷാമം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അന്ന് അബ്രഹാമും ലോത്തും കൂടി മിസ്രൈമിലേക്ക് പോയി. പിന്നെ അതേ ചുറ്റിപ്പറ്റി കുറേ പ്രശ്നങ്ങളുണ്ടായി. അത് ഇന്നും തീർന്നിട്ടില്ല. 26 അധ്യായത്തിൻ്റെ 2 വാക്യം നോക്കിക്കേ. യഹോവ അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തത് എന്തെന്നാൽ, നീ മിസ്രൈമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കാം. എന്തുകൊണ്ടാണ് ദൈവം ഇസഹാക്കിനോട് അങ്ങനെ പറഞ്ഞത്? അവൻ തൻ്റെ അപ്പൻ്റെ മാതൃക പിന്തുടരാൻ സാധ്യതയുണ്ട്. ആ മാതൃക അവിടെ കിടപ്പുണ്ടല്ലോ. അന്ന് അബ്രഹാം മിസ്രൈമിലേക്ക് ഓടിപ്പോയത് ഓർക്കുന്നില്ലേ? ഇത് വെളിപ്പെടുത്തുന്ന ഒരു സത്യം എന്തെന്നാൽ, അപ്പനെപ്പോലെ മകനും. പാപം പിതാക്കന്മാരിൽ നിന്നും മക്കളിലേക്ക് വരുന്നു. തലമുറകളുടെ വിടവിനെക്കുറിച്ചൊക്കെ മനുഷ്യർ വാതോരാതെ പ്രസംഗിക്കും. എന്നാൽ ഈ പാപത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അതിൽ ഈ തലമുറകളുടെ വിടവൊന്നുമില്ല. ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് അത് ഒഴുകുന്നു, അത്രമാത്രം. സാധാരണ അപ്പൻ ചെയ്ത അതേ തെറ്റുകൾ മക്കളും ആവർത്തിക്കാറുണ്ട്. അല്ലെങ്കിൽ അതിനിടയിൽ എന്തെങ്കിലും സംഭവിക്കണം. ഞാൻ അടച്ച് സംസാരിക്കുകയല്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു വസ്തുത മാത്രം. അതുകൊണ്ട് ദൈവം ഈ ക്ഷാമത്തിൻ്റെ സമയത്ത് ഇസഹാക്കിന് വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. എന്നിട്ട് താൻ അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി ദൈവം സ്ഥിരീകരിക്കുന്നു. 26 അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ അത് നാം കാണുന്നു. ഞാനൊന്ന് വായിക്കാം, 3 മുതൽ 5 വരെ. ഈ ദേശത്ത് താമസിക്ക, ഞാൻ നിന്നോടുകൂടി ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും. നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. അബ്രഹാം എൻ്റെ വാക്ക് കേട്ട് എൻ്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചതുകൊണ്ട് ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ വർദ്ധിപ്പിച്ച് നിന്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും കൊടുക്കും. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ദൈവം ഇസഹാക്കിനോട് പറഞ്ഞത്, ഈ ദേശം വിടരുത്, മിസ്രൈമിലേക്ക് പോകരുത്. ഞാൻ അബ്രഹാമിനോട് ചെയ്ത നിയമം നിന്നോട് സ്ഥിരീകരിക്കുവാൻ പോകുകയാണ്. എന്നിട്ടവൻ അന്ന് പറഞ്ഞ ത്രിവിധ വാഗ്ദത്തങ്ങളുണ്ടല്ലോ, അത് ആവർത്തിക്കുന്നു. 1, ദേശം, ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും. 2, രാജ്യം അല്ലെങ്കിൽ ജാതി, ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ വർദ്ധിപ്പിക്കും. 3, അനുഗ്രഹം, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഈ പറയുന്ന സമയത്തും ദൈവം മോശയിക ന്യായപ്രമാണം നൽകിയിരുന്നില്ല എന്നോർക്കണം. മോശയുടെ ആ സംവിധാനത്തിന്റെ കീഴിലല്ലായിരുന്നു അബ്രഹാം. എന്നാലും ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, ദൈവം അബ്രഹാമിനോട് എന്തൊക്കെയോ പറഞ്ഞപ്പോൾ അവൻ ദൈവത്തിൽ വിശ്വസിക്കുകയും ഈ പറഞ്ഞതിനെ അനുസരിക്കുകയും ചെയ്തു എന്നതാണ്. തൻ്റെ വിശ്വാസം പ്രവൃത്തിയിലൂടെ അവൻ തെളിയിച്ചു. തങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തിൽ യാതൊരു യാഥാർത്ഥ്യവും ഉള്ളതായി അനുഭവപ്പെടുന്നില്ല എന്ന് പരാതിപ്പെടുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവത്തിനു വേണ്ടി ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപും അതിനുശേഷവും തമ്മിലൊരു വ്യത്യാസമൊന്നും തോന്നുന്നില്ല, ഒരു ഉറപ്പുമില്ല. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോകുന്ന അനേകർ എനിക്ക് എഴുതാറുണ്ട്, ഫോണിൽ സംസാരിക്കാറുണ്ട്. ഒരു മാറ്റവും കാണാതെ വരുമ്പോൾ ഇതൊക്കെ ഒരുതരം മനഃശാസ്ത്രം മാത്രമാണെന്ന് അവർ സ്ഥാപിക്കും. ഞാൻ വിശ്വസിച്ചപ്പോൾ രക്ഷിക്കപ്പെട്ടു എന്നതിന് എന്താണ് ഒരു ഉറപ്പ്? ഞാൻ വീണ്ടും ജന്മം പ്രാപിച്ചെന്ന് ആരാ പറഞ്ഞത്? ഇങ്ങനെ സംശയങ്ങൾ വെച്ചു പുലർത്തുന്നവരുടെ പ്രധാന പ്രശ്നം തങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തനം ഇല്ലെന്നുള്ളതാണ്. വിശ്വാസത്തിന്റെ പ്രവർത്തനം. ഏതെങ്കിലും ഒരു കോണിലിരുന്നു കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് വലിയ കാര്യം സംഭവിക്കണമെന്ന് ചിന്തിച്ചാൽ എവിടെ നടക്കാനാണ് സുഹൃത്തെ? പലരും അങ്ങനെ ഇരുന്നിട്ട് ഏതാണ്ടൊക്കെ കണ്ടു കേട്ടു എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ മനഃശാസ്ത്രം, അതൊക്കെ തോന്നല. നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുമ്പോൾ അവന്റെ വാഗ്ദത്തങ്ങളിൽ പ്രവർത്തിക്കണം. ഒരു ഉദാഹരണത്തിന്, നിങ്ങളിപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞെന്നിരിക്കട്ടെ, പ്രിയ സഹോദര, നിങ്ങളുടെ ആ ശുശ്രൂഷയ്ക്കായി ഞാനൊരു 10,000 രൂപ ആ തിരുവല്ലായിലെ ഇന്ന ബാങ്കിൽ എത്തിച്ചിട്ടുണ്ട്, അത് കഴിവതും വേഗത്തിൽ പോയി എടുക്കണമേ എന്ന്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? ഞാൻ ഇന്ന് മുഴുവനും ഇവിടെ ഇരുന്ന് സമയം കളയുമെന്നോ? അതാണോ ചിന്തിച്ചേ? ഒത്ത കളിയായി. 10 രൂപ ഉണ്ടെങ്കിൽ പോയി എടുക്കും, പിന്നെയല്ലേ 10,000. നിങ്ങൾക്ക് എന്നെ അറിയാമെങ്കിൽ അത് മനസ്സിലാക്കും. നിങ്ങൾ ഫോൺ താഴെ വയ്ക്കുമ്പോഴേക്കും ഞാൻ ഇവിടെ പടിയിറങ്ങിക്കഴിയും. നിങ്ങൾ എന്ത് പ്രാവർത്തികമാക്കുന്നുവോ അതാണ് വിശ്വാസം. വിശ്വാസം എന്നാൽ നിങ്ങൾ ചെയ്യുവാൻ ഇറങ്ങിത്തിരിക്കുന്ന എന്തോ അതാണ്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അവനത് നീതിയായി കണക്കിട്ടു.
ദൈവം ഇപ്പോൾ ഇസഹാക്കിനോട് പറയുകയാണ് അവനും അബ്രഹാമിനെ പോലുള്ള വ്യക്തിയായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന്. 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അങ്ങനെ ഇസഹാക്ക് ഗെരാരിൽ പാർത്തു. ഗെരാർ തെക്കാണ്. അബ്രഹാമും ഇസഹാക്കും ആ ദേശത്തിന്റെ തെക്കേ ഭാഗത്താണ് പാർത്തിരുന്നത്. വാസ്തവത്തിൽ അബ്രഹാം ആ ദേശത്ത് വടക്ക് ശേഖേമിലാണ് ആദ്യം വന്നത്. എന്നാൽ അവൻ തെക്കേ ഭാഗത്ത്, അതായത് ഹെബ്രോനിൽ പാർക്കുന്നതായിട്ടാണ് പിന്നീട് നാം കാണുന്നത്. ഹെബ്രോൻ, കൂട്ടായ്മയുടെ സ്ഥലത്ത്. 7-ാം വാക്യം നോക്കിക്കാട്ട്, 26-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. ആ സ്ഥലത്തെ ജനം അവന്റെ ഭാര്യയെക്കുറിച്ച് അവനോട് ചോദിച്ചു. അവൾ എന്റെ സഹോദരി എന്ന് അവൻ പറഞ്ഞു. റിബെക്ക സൗന്ദര്യമുള്ളവളാകൊണ്ട് ആ സ്ഥലത്തെ ജനം അവളുടെ നിമിത്തം തന്നെ കൊല്ലാതിരിക്കേണ്ടതിന് അവൾ എന്റെ ഭാര്യ എന്ന് പറവാൻ അവൻ ശങ്കിച്ചു. തന്റെ പിതാവ് ചെയ്ത അതേ തെറ്റ് ഇസഹാക്ക് ആവർത്തിക്കുന്നു. മിസ്രൈമിലേക്ക് പോകരുതെന്ന് ദൈവം അവന് മുന്നറിയിപ്പ് നൽകിയതനുസരിച്ച് അവൻ അവിടെ പോയില്ല. എന്നാൽ അവൻ അതിനു പകരം ഗെരാരിലേക്ക് പോയി. അവിടെ റിബേക്ക തന്റെ സഹോദരിയാണെന്ന് ഇസഹാക്ക് കള്ളം പറയുന്നു. അബ്രഹാമും ഇസഹാക്കും തമ്മിൽ ഈ കാര്യത്തിലുള്ള വ്യത്യാസം എന്തെന്നാൽ, അബ്രഹാം പറഞ്ഞത് പകുതി കള്ളമായിരുന്നെങ്കിൽ ഇസഹാക്ക് പറഞ്ഞത് മുഴുവൻ കള്ളമായിരുന്നു. അപ്പന്മാർ ഓർത്തോണം, നിങ്ങൾ ചെയ്യുന്ന തെറ്റ് തന്നെ കുറഞ്ഞത് അതിൻ്റെ ഇരട്ടി നിങ്ങളുടെ മക്കൾ ചെയ്യും. അന്ന് ദുഃഖിച്ചതുകൊണ്ട് കാര്യമില്ല. അമ്മമാരും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതില്ല. കള്ളു കുടിക്കുന്ന അപ്പച്ച, നിങ്ങളുടെ ആ മകൻ ചാരായം കുടിക്കുന്നത് കാണാൻ രസമായി തീരരുത്. വീട്ടിൽ കിടന്നുറങ്ങാത്ത അപ്പന്മാരുടെ മക്കൾ വഴിയിലും സാധാരണ കിടക്കാറില്ല. ഇതൊന്നും കെട്ടുകഥയല്ല. ഏതായാലും ഇസ്ഹാക്ക് ആ രംഗത്തു നിന്നും രക്ഷപ്പെട്ടു. ഞാൻ ഇനിയും 12-ാം വാക്യമാണ് വായിക്കുന്നത്, ശ്രദ്ധിച്ചാട്ട്. ഇസ്ഹാക്ക് ആ ദേശത്ത് വിതച്ചു. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. നോക്കൂ, ദൈവം അവനോട് കൂടെയുണ്ട്. അബ്രഹാമിനെ വിളിച്ച സമയം ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത അനുഗ്രഹം അതത്രേ. അത് ഭൗമികമായ ഒരനുഗ്രഹമായിരുന്നു. പിന്നീട് ദൈവം അവരെ ആ ദേശത്താക്കിയപ്പോൾ അവൻ അവരോട് പറഞ്ഞത് അവർക്ക് സമൃദ്ധിയായി ഭക്ഷണ സാധനങ്ങൾ ഉണ്ടായിരിക്കും എന്നത്രേ. ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ ആ ജനം നടന്നപ്പോൾ അവൻ ആ വാഗ്ദത്തം നിറവേറ്റി. ഒരു കാര്യം നാം ഓർക്കണം, ദൈവം ഇന്ന് നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നത് അപ്രകാരം ഒരു അനുഗ്രഹമല്ല, മറിച്ച് ആത്മീയ അനുഗ്രഹം ആകുന്നു. അവൻ നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് ആത്മീയ അനുഗ്രഹമാണ്, പ്രഥമമായും പ്രധാനമായും. അതോടുകൂടെ ഭൗമിക അനുഗ്രഹം ഉണ്ടാകും എന്നത് ഒരു വസ്തുത മാത്രമാണ്. പൗലോസ് പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നത്രേ. എഫേസ് ലേഖനത്തിൽ നാം അത് വായിക്കുന്നു. നമ്മോട് പറഞ്ഞിരിക്കുന്നത് അതത്രേ. ഇന്ന് നമ്മുടെ അവകാശം അതാകുന്നു. എന്നാൽ ആ അനുഗ്രഹം പ്രാപിക്കുവാനുള്ള നിബന്ധനകളും ഇവിടെ പറഞ്ഞിരിക്കുന്നവ തന്നെയാണ്. നാം ദൈവത്തോടു കൂടെ എങ്ങനെ നടക്കുന്നു എന്നതനുസരിച്ചാണ് ഈ അനുഗ്രഹം. ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുക. കർത്താവായ യേശുക്രിസ്തുവിൽ നാം വിശ്വസിച്ചപ്പോൾ ദൈവം സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളാലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുക എന്ന് കണ്ട് ഞാനത് പ്രാപിക്കേണ്ടതുണ്ട്. അനുസരണക്കേടിൽ ഞാൻ ജീവിച്ചാൽ, ദൈവഹിതത്തിന് വെളിയിൽ ഞാൻ ജീവിച്ചാൽ, ദൈവം അനുഗ്രഹം തന്നിട്ടുണ്ടെങ്കിലും ഞാനത് അവകാശമാക്കുന്നില്ല. എന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിച്ച് മനോഹരമായ ഒരു അത്താഴ വിരുന്ന് നിങ്ങൾ ഒരുക്കി എനിക്ക് തന്നിരിക്കട്ടെ. ഞാൻ മേശയുടെ അടുത്ത് വന്നിരുന്നു. എല്ലാമുണ്ട്, രുചികരമായ എല്ലാം. ഞാനത് കൈകൊണ്ടെടുത്ത് കഴിക്കാത്തിടത്തോളം കാലം ഈ അനുഗ്രഹം അവിടെ ഇരിക്കുകയല്ലാതെ ഞാൻ ആസ്വദിക്കുന്നില്ല. പ്രിയ സുഹൃത്തെ, നിങ്ങൾ ദൈവത്തെ അനുവദിക്കുമെങ്കിൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ സമൃദ്ധിയായി അനുഗ്രഹിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ഇസ്ഹാക്കിനെ സമൃദ്ധിയായി അനുഗ്രഹിച്ചത് നാം കാണുന്നു. 13-ാം വാക്യത്തിൽ അവൻ വർദ്ധിച്ച് വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. ആരാ? ഇസ്ഹാക്ക്. ഇസ്ഹാക്ക് വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടു എന്നുള്ള വസ്തുത മറന്നു പോകരുത്. അവന്റെ വയൽ 100 മേനി വിളഞ്ഞു. പലർക്കും ഒരു ധാരണയുണ്ട്, അബ്രഹാം ശ്രേഷ്ഠനായിരുന്നു, ആദ്യം കുറെ തെറ്റിയെങ്കിലും യാക്കോബും ശ്രേഷ്ഠനായിരുന്നു. എന്നാൽ ഇസ്ഹാക്കിനെ കുറിച്ച് അങ്ങനെ പറയുവാൻ പ്രയാസമാണ് പോലും. അധികമൊന്നും എഴുതിയിട്ടില്ലല്ലോ. എന്നാൽ ഞാൻ പറയട്ടെ, ഇസ്ഹാക്കും ശ്രേഷ്ഠനായിരുന്നു. അബ്രഹാമിന്റെ ജീവിതവുമായി വളരെയേറെ സാമ്യമുള്ളതായിരുന്നു ഇസ്ഹാക്കിന്റെ ജീവിതവും. ഇസ്ഹാക്കിന്റെ ജനനവും ജീവിതവും അബ്രഹാമിന്റെ അനുഭവങ്ങളുമായി
ഇഴുകിച്ചേർന്നിരിക്കുകയാണ്. ഒരു യാഗപീഠത്തിന്മേൽ ഇസഹാക്കിനെ യാഗമായി അർപ്പിച്ചപ്പോൾ അവൻ വളരെ പ്രധാനപ്പെട്ടവനായിരുന്നെങ്കിലും നമുക്കിവിടെ അബ്രഹാമിനെയും ഇസഹാക്കിനെയും ഒന്നിച്ചാണ് കാണുവാൻ സാധിക്കുന്നത്. എന്തുകൊണ്ട് അതങ്ങനെ അവതരിപ്പിച്ചിരിക്കുന്നു? അത് നാം പല പ്രാവശ്യം ചിന്തിച്ചതാണ്. അവർക്ക് സംഭവിച്ചത് നമുക്ക് മാതൃകയായിട്ടാണ്. കർത്താവായ യേശുക്രിസ്തുവും പിതാവായ ദൈവവും തമ്മിലുള്ള അടുത്ത സ്നേഹബന്ധത്തിൻ്റെ ഒരു ചിത്രമത്രേ നമുക്കിവിടെ ലഭിക്കുന്നത്. യേശു പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന്. നമ്മുടെ കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ അവൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു എന്ന്. അവിടുന്ന് വീണ്ടും പറഞ്ഞ വേറൊരു കാര്യം, എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നതിനാൽ ഞാനും പ്രവർത്തിക്കുന്നു എന്ന്. അതുകൊണ്ട് അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും അനുഭവങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുന്നത് യുക്തമാണ്, ന്യായമാണ്. ഇനിയും 14ഉം 15ഉം വാക്യങ്ങൾ നോക്കിക്കാട്ട്. അവൻ ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസീദാസന്മാരും ഉണ്ടായിരുന്നതുകൊണ്ട് ഫെലിസ്ത്യർക്കും അവനോട് അസൂയ തോന്നി. എന്നാൽ അവൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് അവൻ്റെ പിതാവിൻ്റെ ദാസന്മാർ കുഴിച്ചിരുന്ന കിണറൊക്കെയും ഫെലിസ്ത്യർ മണ്ണിട്ട് നികത്തിക്കളഞ്ഞിരുന്നു. ഇസഹാക്കിൻ്റെ ഈ സമൃദ്ധിയെല്ലാം കാണുവാൻ ഫെലിസ്ത്യർക്ക് ബുദ്ധിമുട്ടായി. കാര്യം അസൂയ തന്നെ. അബ്രഹാം ആ ദേശത്ത് കിണറുകൾ കുഴിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവൻ്റെ മകൻ ഇസഹാക്ക് വന്നപ്പോൾ ഈ കിണറുകളൊക്കെ അവന് അവകാശപ്പെട്ടതായി. എന്നാൽ ഒരു ദിവസം രാവിലെ അവൻ ഇറങ്ങിച്ചെന്നപ്പോൾ നോക്കണേ, കിണറുകളെല്ലാം മണ്ണിട്ട് നികത്തിക്കളഞ്ഞിരിക്കുന്നു. അസൂയ വരുത്തി വെക്കുന്ന വിന. അസൂയ മൂത്താൽ മറ്റുള്ളവർ വെള്ളം കുടിക്കുന്നത് പോലും കാണരുതെന്നാണല്ലോ. ഇത് ചെയ്തത് ഫെലിസ്ത്യരായിരുന്നു. ഒരു കാര്യം, ഫെലിസ്ത്യരുടെ ശത്രുത ആദ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെയാണെന്ന് ഓർക്കണം. ദാവീദിന്റെ കാലമായപ്പോഴേക്കും ഇത് തുടർച്ചയായുള്ള യുദ്ധത്തിൽ ചെന്നെത്തി. ഒരു തീരാവ്യാധി പോലെ ഇസ്രായേൽ ജനത്തെ പിന്തുടരുന്ന ഒരു ശത്രുവായി മാറി ഫെലിസ്ത്യർ. 16ഉം 17ഉം വാക്യങ്ങൾ, അബിമേലെക്ക് ഇസഹാക്കിനോട്, നീ ഞങ്ങളെക്കാൾ ഏറ്റവും ബലവാനാകൊണ്ട് ഞങ്ങളെ വിട്ടുപോക എന്ന് പറഞ്ഞു. അങ്ങനെ ഇസഹാക്ക് അവിടെ നിന്ന് പുറപ്പെട്ട് ഗേരാർ താഴ്വരയിൽ കൂടാരമടിച്ചു, അവിടെ പാർത്തു. ഈ സമയത്ത് ഇസഹാക്കിന്റെ പ്രാധാന്യം നോക്കിക്കേ. അബിമേലെക്ക് പറഞ്ഞ് ശ്രദ്ധിച്ചോ, ഇസഹാക്കേ, നീ അല്പമല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് നീ ഈ സ്ഥലം വിടുകയായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. അവന് ഇസഹാക്കിനോട് വളരെയധികം ബഹുമാനമുണ്ടായിരുന്നു. ഇനിയും ഇവിടെ ഇതാ ഇസഹാക്കിന്റെ ജീവിതത്തിന്റെ വേറൊരു ഭാഗം. ഇത് കണ്ടാൽ തോന്നും അവൻ ശുദ്ധനാണെന്നും ബലഹീനനാണെന്നും ഒക്കെ. എന്നാൽ അങ്ങനെയല്ല. അവൻ അവന്റെ പിതാവ് പാർത്തിരുന്ന ദേശത്തേക്ക് മടങ്ങി വരുന്നത് ശ്രദ്ധിച്ചാലും. 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ, തന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്ത്യർ നികത്തിക്കളഞ്ഞതുമായ കിണറുകൾ ഇസഹാക്ക് പിന്നെയും കുഴിച്ചു. തന്റെ പിതാവ് അവർക്ക് ഇട്ടിരുന്ന പേർ തന്നെ ഇട്ടു. ഇസഹാക്കിന്റെ ദാസന്മാർ ആ താഴ്വരയിൽ കുഴിച്ച് നീരുറവുള്ള ഒരു കിണർ കണ്ടു. അപ്പോൾ ഗേരാർ ദേശത്തിലെ ഇടയന്മാര്, ഈ വെള്ളം ഞങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞ് ഇസഹാക്കിന്റെ ഇടയന്മാരോട് ശണ്ടയിട്ടു. അവർ തന്നോട് ശണ്ടയിട്ടതുകൊണ്ട് അവൻ ആ കിണറ്റിന് ഏശക് എന്ന് പേർ വിളിച്ചു. അവിടെ നടന്നിരുന്നതായ ഒരു പോരാട്ടം വെളിപ്പെടുത്തുന്ന ഒരു സംഭവമാണിത്. ദൈവവചനത്തിന്റെ ചിത്രമാണ് വെള്ളം. നാം അത് വളരെയധികം കുടിക്കണം. വെള്ളമാകുന്ന വചനം ആത്മീയ ദാഹ ശമനത്തിന് കുടിക്കുവാനും ശുദ്ധീകരണത്തിനും ആവശ്യമാണ്. യേശു പറഞ്ഞു, താൻ സംസാരിച്ച വചനത്താൽ നാം ശുദ്ധിയാക്കപ്പെട്ടിരിക്കുന്നു എന്ന്. ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒന്നാകുന്നു വെള്ളം. വെള്ളമില്ലാതെ നിങ്ങൾക്ക് ജീവൻ നിലനിർത്തുവാൻ സാധ്യമല്ല. വെള്ളമില്ലാത്തിടത്തൊരു ജീവിതം കാണില്ലല്ലോ. ഏതൊരു കൂട്ടത്തിലും ദൈവമക്കളെ വ്യത്യസ്തരായി നിർത്തുന്നതിൻ്റെ വിശദീകരണം വെള്ളം ഒന്നു മാത്രമാകും, ദൈവവചനമാകുന്ന വെള്ളം. ദൈവവചനം പഠിക്കുന്ന വിശ്വാസികളുടെ ജീവിതത്തിന് മറ്റുള്ളവരിൽ നിന്നും ഒരു വലിയ വ്യത്യാസമുണ്ട്. അവിടെ ഒരു പോരാട്ടമുണ്ട്, അത് മറക്കരുത്. ഞാനൊരു മുന്നറിയിപ്പ് നൽകുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വാസ്തവമായി ദൈവവചനം പഠിക്കുവാൻ ആരംഭിക്കുന്നു എങ്കിൽ നിങ്ങൾക്കതിന് വില കൊടുക്കേണ്ടതായി വരും. നിങ്ങൾ എന്തു ചെയ്യുവാനും പിശാച് അനുവദിക്കുമെന്നാൽ ദൈവവചനം പഠിപ്പിക്കുവാൻ ആരംഭിച്ചാൽ പിന്നെ അവന് കിടക്കപ്പുറതിയില്ല. അവനത് മുടക്കും. സുഹൃത്തെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സത്യമായി അനുഭവിച്ചിട്ടുണ്ട് എന്നെനിക്കറിയാം.
21 22 വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ട് അവർ മറ്റൊരു കിണർ കുഴിച്ചു. അതിനെക്കുറിച്ചും അവർ ശണ്ടയിട്ടതുകൊണ്ട് അവൻ അതിന് സിഗ്ന എന്ന് പേർ വിളിച്ചു. അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു. അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല. യഹോവ ഇപ്പോൾ നമുക്കിടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിന് രഹോബോത്ത് എന്ന് പേരിട്ടു. അപ്പോൾ അവൻ അതിന് രഹോബോത്ത് എന്ന് പേരിട്ടു. അതിൻ്റെ അർത്ഥം ഇപ്പോൾ നമുക്കിടമുണ്ട് എന്നാകും. ഇതിനു മുൻപായിരുന്നെങ്കിൽ അവനൊരു കിണർ കുഴിക്കും, ഫെലിസ്ത്യർ വന്ന് അതിൻ്റെ അവകാശം പറഞ്ഞ് അവരുടേതാക്കും. വീണ്ടും ഇസഹാക്ക് അവിടെ നിന്നും മാറി വേറൊരെണ്ണം കുഴിക്കും, അതും അവർ കൈവശപ്പെടുത്തും. അവൻ അവിടെ നിന്നും പിന്നെയും മാറും. ഇത് വെളിപ്പെടുത്തുന്ന ഒരു വസ്തുത എന്തെന്നാൽ ഇസഹാക്ക് ഒരു ക്ഷമാശീലനും സമാധാനപ്രിയനുമായിരുന്നു എന്നത്രേ. ദാവീദ് ഇങ്ങനെ ചെയ്യുമായിരുന്നില്ല എന്നത്ര ഞാൻ കരുതുന്നത്. ശിമോൻ പത്രോസ് ഇങ്ങനെ ക്ഷമിക്കുമായിരുന്നോ? എൻ്റെ കാര്യം ചോദിച്ചാൽ അത് പറയണോ? ഞാനും സാധാരണ വിട്ടുകൊടുക്കുന്ന പ്രകൃതിക്കാരനല്ല. നമുക്ക് ഓരോരുത്തർക്കും ഒരു നല്ല ഗുണപാഠമാണ് ഈ ഇസഹാക്കിൻ്റെ ജീവിതം. പ്രത്യേകിച്ച് ദൈവവചനം പഠിക്കുവാൻ നാം തുനിയുമ്പോൾ ഉണ്ടാകുന്ന പ്രതികൂലങ്ങളുമായി ഇതിനെ താരതമ്യപ്പെടുത്താവുന്നതാണ്. പ്രതിസന്ധികളെ ക്ഷമയോടെ നാം അതിജീവിച്ച് ദൈവവചനം പഠിക്കേണ്ടതാണ്. 23 24 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. അവിടെ നിന്ന് അവൻ ബെർശേബയ്ക്ക് പോയി. അന്ന് രാത്രി യഹോവ അവന് പ്രത്യക്ഷനായി. ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവമാകുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എൻ്റെ ദാസനായ അബ്രഹാം നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു. ഇസഹാക്കിനെ ആശ്വസിപ്പിക്കുവാനായി ദൈവം പ്രത്യക്ഷപ്പെടുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസ്ഥ! തൻ്റെ പൈതൽ പ്രതിസന്ധിയിലാകുമ്പോൾ തേടി വരുന്നവനായ ദൈവം. എല്ലാവരും നിങ്ങളെ പഴിക്കുമ്പോൾ, നിന്ദിക്കുമ്പോൾ, നിങ്ങളെക്കുറിച്ച് അപവാദം പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ, അസൂയ മൂത്ത അയൽക്കാർ നിങ്ങളെ ദേശത്തുനിന്ന് തന്നെ ഓടിക്കുവാൻ ശ്രമിക്കുമ്പോൾ, നിങ്ങളെ തേടി വരുന്ന ഒരു ദൈവം. അവിടുന്ന് ആശ്വസിപ്പിക്കുന്നവനാണ്. അവൻ യോസഫ് ഒഴികെയുള്ള എല്ലാ പിതാക്കന്മാർക്കും പ്രത്യക്ഷനായതായി ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും പ്രത്യക്ഷനായി. അവൻ നമ്മുടെ ദൈവമാകുന്നു. സുഹൃത്തേ, ഞാൻ 25 വാക്യം കൂടി ഒന്ന് വായിക്കാം. 26 അധ്യായത്തിന്റെ 25 വാക്യം. അവിടെ അവൻ ഒരു യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അവിടെ തന്റെ കൂടാരം അടിച്ചു. അവിടെയും ഇസഹാക്കിന്റെ ദാസന്മാർ ഒരു കിണർ കുഴിച്ചു. അവനിതാ വീണ്ടും വീണ്ടും കിണറുകൾ കുഴിക്കുന്നു. ഇസഹാക്കിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം ഒരു കിണറും കൂടി അവനോടുകൂടി ചേർക്കാം. അബ്രഹാമിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു യാഗപീഠം, യാക്കോബിന്റെ കാര്യത്തിൽ ഒരു കൂടാരം. അത് നാം ഇനി കാണാൻ പോകുന്നതേയുള്ളൂ. ഗെരാരിലെ മനുഷ്യരുമായി ഇസഹാക്ക് ഇടപെടുന്നത് കണ്ടപ്പോൾ നമുക്ക് തോന്നി അവൻ നട്ടല്ലില്ലാത്തവനാണെന്ന്. എന്നാൽ അവിടുത്തെ രാജാവ് ഇസഹാക്കിന്റെ ജീവിതത്തിൽ ആകൃഷ്ടനായി. ഇസഹാക്കുമായി നല്ല ബന്ധത്തിൽ തുടരുവാൻ ബെർശേബയിലേക്ക് വരുന്നു. ഇസഹാക്കിന്റെ ആ ദേശത്തെ സ്വാധീനം ബലഹീനനായ ഒരു വ്യക്തിയുടേതല്ലായിരുന്നു. ഇത് നമുക്കൊരു വലിയ പാഠമായിരിക്കട്ടെ. മറ്റുള്ളവർ നമ്മോട് മോശമായി ഇടപെട്ടാൽ അവരോട് അതേ നിലയിൽ പ്രതികരിക്കുവാൻ നമുക്ക് ഭയങ്കര ധൃതിയാണ്. അതുകൊണ്ട് എന്താ, നമുക്ക് മറ്റുള്ളവരുമായുള്ള ബന്ധം വഷളായിരിക്കുകയാണ്. നമുക്കൊരു സ്വസ്ഥതയുമില്ല, നാം വിജയിക്കുകയുമില്ല. നമ്മുടെ സ്വാധീനം നഷ്ടപ്പെട്ടിരിക്കുകയല്ലേ? ഏത് തരത്തിലുള്ള സാക്ഷ്യമാണ് നമുക്കിന്നുള്ളത്? വിട്ടുവീഴ്ചാ മനോഭാവമില്ലെങ്കിൽ നാം കൂടുതൽ ദോഷം മാത്രമേ വരുത്തിവെക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ അപ്രകാരം ആരെങ്കിലുമായി ക്ഷമിക്കാതിരിക്കുന്നുവെങ്കിൽ, നിരപ്പില്ലാതിരിക്കുന്നുവെങ്കിൽ, ഇന്ന് തന്നെ അതിനെ ഗൗരവമായി ചിന്തിക്കൂ സുഹൃത്തെ. സ്വന്തം വീട്ടിൽ ആരംഭിക്കൂ. എന്നിട്ട് അയൽക്കാരുടെ ഇടയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടുള്ള ബന്ധത്തിൽ നിരപ്പ് പ്രാപിക്കൂ. താങ്കൾ കൂടി നടക്കുന്ന സഭയിൽ ആരോടെങ്കിലും ഇന്നും ക്ഷമിക്കാത്തതായിട്ടുണ്ടെങ്കിൽ, നിരപ്പ് പ്രാപിക്കാത്തതായിട്ടുണ്ടെങ്കിൽ അത് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളെ മറ്റുള്ളവർക്കൊരു മാതൃകയാക്കി ദൈവം വയ്ക്കും. അതാണ് ദൈവം താങ്കളെക്കുറിച്ചും എന്നെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ പഠനം ശ്രദ്ധിച്ചത് പ്രയോജനകരമായിരുന്നുവല്ലോ. ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ നിന്നും അനുഗ്രഹീത പാഠങ്ങൾ പഠിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചില്ലേ? നമ്മുടെ ജീവിതത്തിൽ അതൊന്ന് അനുവർത്തിക്കാമോ? സ്വന്തം കുടുംബത്തിൽ, ജോലിസ്ഥലത്ത് നാം
പോകുന്ന ഓരോ ഇടത്തും ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുത്തെ വചനത്തിലൂടെ അതിമഹത്തായ വിഷയങ്ങളെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, ക്ഷമയെക്കുറിച്ച് ഇന്ന് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. ഞങ്ങളൊക്കെ ക്ഷമ നഷ്ടപ്പെടുന്ന ഒരുപാട് അവസരങ്ങളുണ്ട്. ഞങ്ങളോട് ക്ഷമിക്കണമേ. നിൻ്റെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. ഇന്ന് വചനം കേട്ട എല്ലാവരെയും അവിടുത്തെ കരുണയിൽ അവിടുന്ന് കാത്ത് പരിപാലിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. വളരെ നന്ദി. ദൈവ സാന്നിധ്യം നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. വീണ്ടും കാണാം.